നമ്മുടെ രൺബീർ സിംഗിന്റെ ആദിത്യ ധറിന്റെ ദുരന്തർ ദ റിവെഞ്ച്. അതൊരു റിവെഞ്ച് പടം തന്നെയാട്ടോ, ഒന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു റിവെഞ്ച് ഫീല് കാണുന്നവർക്ക് വരെ ആ ഒരു റിവെഞ്ച് ഫീല് കിട്ടുമെന്നറിയില്ലേ, അത് കംപ്ലീറ്റ്ലി സിനിമയിലുണ്ട്. ഒന്നും പറയാനില്ല, ഔട്ട് ആൻഡ് ഔട്ട് തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവി എന്ന് പറയാം. കാരണം ആ ഒരു പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്ക് നമ്മളൊരു ദുരന്തരായി മാറും. അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. കാരണം ഫസ്റ്റ് തൊട്ടിട്ട് എൻഡ് വരെ രൺബീർ സിംഗ് ആണ് ഉള്ളത് ഫുള്ള്. ജസ്ക്രീത്ത് ആയാലും അല്ലെങ്കിൽ ഹംസ ആയാലും രണ്ട് ക്യാരക്ടറിൽ നിറഞ്ഞാടുക എന്ന് പറയില്ലേ, അങ്ങനെ നിറഞ്ഞാടി അഴിഞ്ഞാടി നിൽക്കുന്ന ഒരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഷോ കണ്ടു കഴിയുമ്പോഴേക്ക് ആ ഒരു ക്യാരക്ടറും ക്യാരക്ടറിന്റെ മാനറിസവും ലുക്കും എല്ലാം നമ്മൾ അറിയാണ്ട് ഇമിറ്റേറ്റ് ചെയ്തു. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല. കാരണം 3 മണിക്കൂർ 49 മിനിറ്റ് ആണ് സിനിമയുടെ നീളം. അപ്പൊ 3 മണിക്കൂർ 49 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ ഒരു 10 മിനിറ്റ് ഇന്റർവെല് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു ക്യാരക്ടറിന്റെ ഫുൾ ജേണി, പ്രത്യേകിച്ച് ഫസ്റ്റ് പാർട്ട് കണ്ടവർക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ഒന്നും കൂടി കണക്ഷൻ കൂടും. കാരണം അതിൽ കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്നുള്ളതും അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ആ ഒരു ക്യാരക്ടറുടെ ജേണി ചെയ്യാണ്. അപ്പൊ ആ ജേണിയിൽ നമ്മൾ അറിയാണ്ട് ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷൻസിനെ നമ്മൾ കവർ ചെയ്യും. ക്യാരക്ടറിനുള്ള ലവ്, ക്യാരക്ടറിന്റെ റിവെഞ്ച് എല്ലാം എല്ലാം നമുക്ക് നമ്മളും കൂടി അത് ചെയ്യുന്ന പോലെ ഒരു ഫീല്. അത് കംപ്ലീറ്റ്ലി ക്ലാപ്സ് ഗോസ് ടു ആദിത്യ ധർ ദ ഡയറക്ടർ. കാരണം ആ ഒരു ഇമോഷൻസിനെ കംപ്ലീറ്റ്ലി 3 മണിക്കൂർ 49 മിനിറ്റിൽ കാണിക്കുക. കാരണം നമുക്കറിയാം പൊതുവെ ചില സിനിമകൾ ഇറങ്ങുമ്പോൾ വലിയ പടങ്ങളാകുമ്പോൾ ആ പടത്തിന്റെ ഫസ്റ്റ് നെഗറ്റീവ് തന്നെ അതായിരിക്കും, ഭയങ്കര നീളം കൂടി പോയല്ലോ, ഭയങ്കര ലാഗായി എന്നൊക്കെ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന കറക്റ്റ് ആ ഒരു സോങ് സെലക്ഷനും, കാരണം കുറെ പഴയ പാട്ടുകൾ ഇതിൽ റീമിക്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ റീമിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബീറ്റും കൂടി കിട്ടുമ്പോൾ നമുക്ക് ഒരു റോ റിയലിസ്റ്റിക് മാസ് കമേഴ്ഷ്യൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമ കംപ്ലീറ്റ്ലി കിട്ടുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എവിടേക്കോ ഒരു ഡോക്യുമെന്ററി സ്വഭാവത്തിലോട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു സിനിമാറ്റിക് രീതിയിൽ പോവാതെ ഭയങ്കര റോ റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത് ഞാൻ ചിലപ്പോൾ ഭയങ്കര ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ അതൊന്നും വരാത്ത രീതിയിൽ കറക്റ്റ് സ്ഥലത്ത് ആക്ഷൻ സീൻസുകൾ, സ്ക്രീൻ പ്രസൻസ്, പിന്നെ അവരുടെ ആ ഒരു ടെൻഷൻ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയാസ്, ത്രില്ലർ മോഡ് എല്ലാം എല്ലാം എവിടെയൊക്കെ വേണം, ട്വിസ്റ്റ് എവിടെ വേണം, എല്ലാം കറക്റ്റായിട്ട് ഡയറക്ടർക്ക് അറിയാം. അത് വരുന്ന ഓരോ ആക്ടേഴ്സും അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ സിനിമയിൽ രൺബീർ സിംഗ് എടുത്തൊരു ഡെഡിക്കേഷൻ ലെവൽ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറായിട്ട് അങ്ങനെ ജീവിക്കുന്നു. പിന്നെ കുറെ സ്ഥലങ്ങളിൽ ആ ഒരു മുടിയും താടിയൊക്കെ വെച്ച് വരുന്ന സമയത്ത് ഒരു സിംഹം എഫക്റ്റ് നമുക്ക് തന്നെ പേടിയാവും കാണുമ്പോൾ. ആള് ആ സ്ക്രീനിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുമല്ലോ. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ വരുന്ന ആളുടെ ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. അത് കിട്ടുമ്പോൾ നമുക്ക് കാണുന്നവർക്കും ഇത് ഇങ്ങനെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇത് ഇങ്ങനെ പറ്റുന്നതാണെന്നുള്ള രീതിയിൽ. കാരണം കുറെ സ്ഥലങ്ങൾ നമുക്കറിയാലോ, ഫൈറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അത് രൺബീർ സിംഗ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും തോന്നുന്നില്ല. രൺബീർ സിംഗിന് ഇത് പറ്റും എന്നുള്ളൊരു ഫീല് ഭയങ്കരമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിലുള്ള ഓരോ പെർഫോമൻസും, പ്രത്യേകിച്ച് നമ്മുടെ മാധവൻ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കിട്ടിലൻ ക്യാരക്ടറാണ്, ഭയങ്കര സ്ട്രോങ് ക്യാരക്ടറാണ്. കറക്റ്റ് ആ ഒരു പവർ കാണിക്കുന്ന രീതിയിൽ, കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ഇരിക്കുന്ന സീറ്റിന്റെ വിലയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്ന രീതിയിൽ ആൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൾ ഒരു സ്ഥലത്ത് പോലും താണ് കൊടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ഭയങ്കര ക്യാരക്ടർ ഉള്ള ഒരു ക്യാരക്ടർ അങ്ങനെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ രാകേഷ് ബേഡി എന്ന് പറഞ്ഞ ആക്ടർ, അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ജസ്റ്റ് ഇദ്ദേഹം ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു നോർമൽ ഒരു ഫൺ ഫീലിംഗിൽ പോകുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം ടെൻഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്, പൊളിറ്റിക്കലൊക്കെ കളിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും സെക്കൻഡ് പടത്തിൽ വരുന്ന സമയത്ത് ആള് ടോട്ടലി ഡിഫറെന്റ് ആണ്. കുറേ സ്ഥലത്ത് ആള് നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ആളുടെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു എല്ലാം. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിൽ നമുക്ക് അറിയാണ്ട് കൈയടിച്ചു പോകും. ആ ഒരു കൈയടിക്കാൻ പറ്റുന്ന ഒരു എലമെന്റ് ഒക്കെ ഡയറക്ടർ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. പിന്നെ അതുപോലെ സഞ്ജയ് ദത്ത് ആണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിലും വരുന്ന ഏരിയാസിൽ ആള് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് പാർട്ടിലാണെങ്കിലും സെക്കൻഡ് പാർട്ടിലാണെങ്കിലും. പിന്നെ നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് അക്ഷയ് ഖന്നെ. കാരണം അക്ഷയ് ഖന്നയുടെ ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പക്ഷെ അക്ഷയ് ഖന്നയുടെ സ്വാഗിന്റെയും ഇതൊക്കെ മിസ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ രൺബീർ സിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം 2 ക്യാരക്ടർ ഉണ്ട്. അതിൽ 2 ക്യാരക്ടറിന് ഒരു പ്രത്യേക ഓറയുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മളെ ഹംസ ക്യാരക്ടറിനുള്ള ഓറ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. കാരണം വെറുതെ വന്ന് നിന്ന് ആ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കും. പ്രത്യേകിച്ച് ആ ഒരു കലിപ്പ് മോഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് അടിക്കണം എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ആളെ കലിപ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇമോഷണൽ സീൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ ഏരിയാസ് നന്നായിട്ട് തന്നെ രൺബീർ സിംഗ് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഗംഭീരമായിട്ട് അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കറക്റ്റ് ആയിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സിനിമ. അതുപോലെ തന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ആണെങ്കിലും മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും 2 പേരും അറിഞ്ഞ് പണി ചെയ്യാൻ പറയില്ലേ, അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രാഫറിന്റെ ഓരോ ഫ്രെയിംസ്, നമുക്ക് ഓരോ ഫ്രെയിംസിലും കിട്ടുന്ന ഒരു റിച്ച്നെസ് ഉണ്ട്, ത്രില്ലർ മോഡ് ഉണ്ട്. പിന്നെ ആ ഒരു റോ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കളർ ഗ്രേഡിംഗ് ഒക്കെ പൊളിയാണ്. കാരണം ആ ഒരു ലൊക്കേഷനിലോട്ട് നമ്മൾ പോയൊരു ഫീൽ നമുക്ക് സിനിമയിൽ ഉടനീളം കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ, കാരണം അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത പാട്ടല്ലാണ്ട് കുറെ റാപ്പ് സോങ്സ് മിക്സ് ചെയ്തത് കൂടാണ്ട് തന്നെ പഴയ പാട്ടുകൾ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബീറ്റിനോട് കൂടി സിനിമ സഞ്ചരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അത് ചില ആക്ടേഴ്സ് വരുന്ന സമയത്ത് അവർക്കൊരു സ്കോർ കൊടുക്കുക,
അത് നന്നായിരുന്നു. പിന്നെ അതുപോലെ സാർ അർജുന്റെ ക്യാരക്ടർ ഗംഭീരാട്ടോ. കാരണം കുറെ ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് ഇതിൽ സ്ക്രീൻ കുറവാണെന്ന് തോന്നുന്നു. കാരണം കണ്ട സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി. ഫസ്റ്റ് പാർട്ടിൽ വെച്ച് നോക്കുമ്പോൾ ആളുടെ സ്ക്രീൻസ് കുറവാണ്, പക്ഷെ ഉള്ള സ്ക്രീൻസിൽ ആള് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കുറച്ചും കൂടി അതിൻ്റെ അകത്ത് കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു മൂവിനെ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പണ്ട് കണ്ണൂരുള്ള സമയത്ത് പാലോട്ട് കാവ്, നമ്മളെ വീടിന്റെ അടുത്ത് കുറച്ചടുത്തുള്ള ഒരു കാവാണ്. അപ്പൊ അവിടെ പൊട്ടുണ്ടാവും. അവിടുത്തെ പൊട്ട് ഭയങ്കര ഫേമസ് ആണ്. വെടിക്കെട്ട് പൂരം ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഒരുവിധം എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അതൊരു വലിയ പാടത്ത് വെച്ചാൽ ഉണ്ടാവുക. ആ പാടത്തിൽ നമ്മളെല്ലാവരും ഏകദേശം പടക്കം പൊട്ടുന്നതിന്റെ അടുത്തായിട്ട് തന്നെ പോയി നിൽക്കും. ഒരു വലിയ പാടാട്ടോ. അപ്പോൾ അവിടെ മുളകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടാവും, മലപ്പടക്കങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, ഗുണ്ട് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അമിട്ട്, അപ്പൊ ആദ്യം പൊട്ടുന്നതൊക്കെ കുറച്ച് കത്തുന്നതും മേലെ പോകുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും, അമിട്ട് പോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ ഭയങ്കര അടുത്ത് നിന്നിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് കാണും. എൻജോയ് ചെയ്ത് കണ്ട് നല്ല രസമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് മാലപ്പടക്കത്തിന് തീ കൊടുക്കുമല്ലോ. തീ കൊടുക്കുന്ന സമയത്ത് ആദ്യം പൊട്ടുന്നതൊക്കെ കുറച്ചുകൂടി മാല ഐറ്റംസ് ആയിരിക്കും, നമ്മുടെ ഓലപ്പടക്കം പോലുള്ള സാധനങ്ങളെ പൊട്ട്. അത് പൊട്ടുമ്പോൾ അധികം സൗണ്ട് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കുഴപ്പമില്ല, അതിങ്ങനെ പടർന്ന് പോകുമല്ലോ. പടർന്ന് പോയിട്ട് അത് അങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കെട്ടിവെച്ച ഗുണ്ടുകൾ കാണാൻ പറ്റും. ഈ ഗുണ്ടുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു പേടിയാണ്, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു സാധനം. അപ്പോൾ നമ്മൾ ഇച്ചിരി നമ്മളെ ഫുഡ് സ്റ്റെപ്പ് ബാക്കോട്ട് എടുക്കും. അപ്പോൾ അതങ്ങനെ എടുത്ത് ഓരോ ഗുണ്ടുകൾ പൊട്ടുന്നതോറും നമ്മളെ സ്റ്റെപ്പ് ബാക്കോട്ടായി അവസാനത്തോട്ട് എത്തുമ്പോൾ ഈ ഗുണ്ടുകൾ അടുപ്പിച്ചുണ്ടാകുന്ന സമയത്ത് ഇത് ടക്ക് 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 എന്നിട്ട് പൊട്ടുന്ന സമയത്ത് ഒരു ലൈറ്റും ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ടും ഉണ്ടാവും. അപ്പൊ അത് വരുന്ന സമയത്ത് നമ്മൾ ഏകദേശം എല്ലാവരും ഒന്ന് പിറകോട്ട് ഓടാൻ തുടങ്ങും. ആ ഓടുന്ന സമയത്ത് അവിടെ നിന്ന് ഭയങ്കര ലൈറ്റും ഉണ്ടാവും, സൗണ്ടും ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ മുളയൊക്കെ തെറിക്കുന്നൊരു ഫീൽ ഉണ്ടാവും. അതിനിടെ ഇങ്ങനെ അടിച്ച് തെറിക്കില്ലേ, ആ ഒരു സംഭവം ഉണ്ടാവും. ശരിക്കും ഈ സിനിമയുടെ ഒരു സീനിലെത്തിയപ്പോൾ, പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ളൊരു സീനിലെത്തിയപ്പോൾ, കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ISI നമ്മുടെ അർജുൻ രാംപാലിന്റെ ഒരു പൂട്ടണ സീൻ ഉണ്ടല്ലോ. അപ്പൊ ആ സീനിന്റെ, അതങ്ങനെ പറയാട്ടോ, ആ ഒരു സീനിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് കറക്റ്റ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തല്ലോ. അവിടെ എന്താണ് കണ്ടത്, എൻ്റെ അമ്മോ, എല്ലാം വരുന്നു. റോക്കി ബായ് എത്തുന്നു, പിന്നെ പലതരം റോക്കി ബായുടെ മുത്തമ്മയുണ്ട്, പിന്നെ അതുപോലെ വേറെ കുറെ ഗ്രനൈഡ്സ്, ബോംബ്സ്, തോക്കുകൾ, AK-47 എല്ലാം കൂടി എടുത്തിട്ട് ചറ അങ്ങോട്ട് ഒരു സൗണ്ടും ആ ഒരു ബ്ലാസ്റ്റ് ഫീൽ എല്ലാം കൂടി വരുന്ന സമയത്ത് കറക്റ്റ് എനിക്ക് അങ്ങനെ തോന്നി. പ്രത്യേകിച്ച് ഫസ്റ്റ് സിനിമ തുടങ്ങുന്ന കുറച്ചൊരു ഫസ്റ്റ് പാർട്ടിന്റെ ഒരു ഇമോഷണൽ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പം ആളെങ്ങനെയാണ് ഇങ്ങനെ എത്തിയതെന്നും അതിന്റെ ഫ്ലാഷ് ബാക്ക് എന്താണെന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അവിടെ കുറച്ചൊരു ഇമോഷണൽ സംഭവം ഉണ്ടാവില്ല. അപ്പൊ ആ ഇമോഷണലൊക്കെ കുറച്ച് മെല്ലെയാണ് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ മെല്ലെ ഫീൽ ആയിട്ട് ഇങ്ങനെ പോയി പിന്നെ അങ്ങോട്ടൊരു ബ്ലാസ്റ്റ് ആണ്. ആ ബ്ലാസ്റ്റ് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് കേട്ടും കണ്ടും കഴിഞ്ഞൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവല്ലോ. ആ സാറ്റിസ്ഫാക്ഷനാണ് ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. ചെറിയൊരു ഇമോഷൻ ബാക്കി വെച്ചുകൊണ്ട്, പക്ഷെ എന്താ പറയുക, ആ ഒരു മാസ് ഹീറോയിസത്തിന് ഒരു കുറവും വെക്കാതെ, പക്ഷെ എന്നാൽ ചില സത്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചുകൊണ്ട് തന്നെ അത് ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് അതിന്റെ ഒരു സോഷ്യൽ മെസ്സേജ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ള അറിയില്ല കിട്ടിയത്. അതിന്റെ എല്ലാം കണ്ടപ്പോൾ ഈവൻ എൻ്റെ ക്രെഡിറ്റും അതിന് ശേഷമുള്ള ക്രെഡിറ്റ് എല്ലാം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ കാരണം തിയേറ്ററിൽ നിന്ന് എനിക്ക് എഴുന്നേറ്റ് വരാൻ തോന്നിയില്ല, എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് എങ്ങനെയാണ്, ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ടഫാണ്, ഇതത്ര ഈസി അല്ല അങ്ങനെ ഒരു റിയൽ ലൈഫിൽ നമ്മൾ പോവാന്നുള്ളത്. അപ്പൊ ആ പോയി കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യുമ്പോൾ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങും എല്ലാ കാര്യങ്ങളും കിട്ടും. അല്ലെങ്കിൽ അതൊക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് അത്രയും സാക്രിഫൈസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് അത്രയും പെയിനൊക്കെ കൊള്ളാനും പെയിനൊക്കെ അനുഭവിക്കാനും എല്ലാം പറ്റണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും പറ്റില്ല. അത് അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് കറക്റ്റായിട്ട് എൻ്റെ കാണിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും കാരണം ഈ സിനിമയിലെ കുറേ സീനുകളൊക്കെ ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ക്ലിപ്സ് ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട്. പക്ഷെ അത് ശരിക്ക് അങ്ങനെ സസ്പെൻസ് ഫെയിൽ ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു സംഭവം അവിടെയൊക്കെ തൊടാത്ത രീതിയിൽ പറഞ്ഞത്. പക്ഷെ എന്നാൽ എനിക്ക് കൂടുതൽ നിങ്ങളെ പൊളിക്കണമെന്നില്ല, കാരണം ഇനിയും ചിലപ്പോൾ കാണാത്തൊരു പണി. ഏകദേശം പടം ഇറങ്ങി കുറച്ച് 2-3 ദിവസമായി. പക്ഷെ എന്നാലും ഇനിയും കാണാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദുരന്തർ ദ റിവെഞ്ച്. ദുരന്തർ ഫസ്റ്റ് പാർട്ട് ആക്ച്വലി ഞാൻ തിയേറ്ററിൽ നിന്നല്ല കണ്ടത്, OTT-യിലായിരുന്നു കണ്ടത്. കാരണം ഫസ്റ്റ് പാർട്ട് എനിക്ക് ആ സമയത്ത് കാണാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ആടിന്റെ റിവ്യൂ ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, കുറേ ആയിട്ട് മൂവീസ് അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അപ്പം ആട് തൊട്ടിട്ടാണ് ഇപ്പം കണ്ടു തുടങ്ങുന്നത്. പണ്ട് കുറേ കാണുമായിരുന്നു, പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. അപ്പം ആ ജോലി അങ്ങനത്തതായിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം 120 ആ റേഞ്ചിലുള്ള പൈസ കൊടുത്താണ് പടം തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പം ആ പൈസക്ക് എനിക്ക് വേർത്തായിട്ട് മൂവി ഫീൽ ചെയ്തു. അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെയാണോ ഫീൽ ചെയ്തത്? അല്ലെങ്കിൽ ഇതിലെ സംഭവങ്ങളൊക്കെ കണ്ട സമയത്ത് എനിക്ക് വയലൻസ് ഒക്കെ കണ്ടപ്പോഴും അതൊക്കെ ആവശ്യമാണ് ഈ സിനിമയിൽ നിന്ന് തോന്നുന്ന രീതിയിലായിരുന്നു എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത അർജുൻ രാംപാലിന്റെ ക്യാരക്ടർ ഫസ്റ്റ് പാർട്ടിൽ കണ്ടപ്പോഴും എനിക്ക് തോന്നിയായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ ഒരു ബിൽഡപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത്ര വലിയൊരു സ്ട്രോങ് ഫീൽ ചെയ്തില്ല. ഈവൻ സെക്കൻഡ് പാർട്ടിലാണെങ്കിലും റിവെഞ്ചിലാണെങ്കിലും അർജുൻ രാംപാൽ എന്തോ ഒരു ഫുള്ളി ഒരു ഫീൽ ചെയ്തില്ല. ആൾക്ക് ചിലപ്പോൾ ആളുടെ ഇമോഷൻസ് കൺവേ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ആ ഒരു ക്യാരക്ടർ നമുക്ക് ഇമോഷൻസ് കാണിക്കണ്ടല്ലോ. 1-2 സീനിൽ ആള് ഗംഭീരാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എവിടെയോ അക്ഷയ് ഖന്നെ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അക്ഷയ് ഖന്നെ കാണുമ്പോൾ തന്നെ നമുക്ക്
ആൾ ഇനിയും സിനിമയിൽ ഉണ്ടാവണം എന്നുള്ളൊരു ഫീലില്ല. ഈവൻ ആള് വില്ലനാണ്, പക്ഷെ എന്നാൽ ആളെ കാണുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടുന്നില്ല. ആ ഫീല് അർജുൻ രാംപാലിനോട് ഓവർ തോന്നിയില്ല, എവിടേക്കും ഒരു അത്ര സംഭവം ആയിട്ട് തോന്നിയില്ല. പക്ഷെ ചിലപ്പം ആളിനി അങ്ങനത്തെ ഡയറക്ടർ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് തോന്നാത്തതാണോ, കാരണം അയാൾ മരിക്കേണ്ട ആളാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് തന്നതാണോ ഡയറക്ടർ എന്നുള്ള അറിയില്ല. ഡയറക്ടറിന്റെ മൂവാന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ കുറേ പറയാനുണ്ടാവും സിനിമയെ കുറിച്ച്, കാരണം വലിയ സിനിമയാണ്, കുറേ ടെക്നിക്കൽ സംഭവങ്ങൾ പറയാനുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാവുന്നതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കാം. അടുത്തൊരു നല്ല മൂവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.